ചേരുന്നുണ്ട്. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ ജോസ് കെ മാണിക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ മോൻസ് ഗ്രൂപ്പിലേക്ക് തിരികെ പോകുന്നതിൽ ആശങ്കയുണ്ട് എന്നും പറയുന്നു. അതിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ഇന്ന് ജോസ് കെ മാണി എന്നെ കുറിച്ച് പറഞ്ഞ നല്ല അഭിപ്രായത്തിന് അദ്ദേഹത്തിന് നന്ദി പറയുന്നു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് എന്നെ വ്യക്തിപരമായിട്ട് അറിയാം. ഞാൻ കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ച കാലഘട്ടത്തിലൊക്കെ വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും സംഘടനാ പ്രവർത്തനം നടത്തിയ ഒരാൾ എന്നതിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു രാഷ്ട്രീയ തീരുമാനം ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എന്റെ തീരുമാനത്തിലേക്ക് കടക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 15 വയസ്സ് മുതൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആൾ, ഇതിന്റെ സുഖ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇനി അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത് വളരെ ആലോചിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും ഏതൊരു ജോസ് കെ മാണിക്കൊപ്പോ അല്ലെങ്കിൽ തിരിച്ച് UDFിലേക്കോ പോകുന്നതിനുള്ള ഒരു തീരുമാനവും ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, ഈ ജോസ് കെ മാണിയെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിൽ മുന്നിൽ നിന്നയാളാണ് താങ്കൾ. ജോസ് കെ മാണിക്ക് അധികാരത്തിന്റെ ആർത്തിയാണ്, അങ്ങനെ വ്യക്തിപരമായി തന്നെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോ പെട്ടെന്നൊരു ദിവസം മറുകണ്ഠം ചാടാൻ കഴിയുമോ? അല്ല, ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് ഇത് കടന്നിട്ടില്ല. പിന്നെ രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ ആക്രമണങ്ങൾ സ്വാഭാവികമായിട്ടും മറുപക്ഷത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് അത് കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും അത് പുത്തരിയല്ല. അത് നാളെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേരുന്നതിന് തടസ്സമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഏതെങ്കിലും മുന്നണിക്ക് വേണ്ടി പ്രചരണം നടത്തുമോ? അല്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ ഉദ്ദേശം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സ്വതന്ത്രമായ നിലപാടെടുത്തു. പിന്നെ ഞാൻ വോട്ട് ചെയ്യും. ഞാൻ വോട്ട് ചെയ്യുന്ന ആർക്കാണെന്നുള്ളത് സമയത്ത് പബ്ലിക് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട് ജോസ് കെ മാണി. പക്ഷെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല. അപ്പൊ താങ്കൾ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി കോട്ടയം പ്രസ് ക്ലബ്ബിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ജോസ് കെ മാണി വാർത്താ സമ്മേളനത്തിൽ താങ്കളുടെ പേര് പരാമർശിക്കുകയും UDFന്റെ തകർച്ച എന്ന് പറയുകയൊക്കെ ചെയ്തു. നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല? ഇല്ല, ഞാൻ അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ചില നേതാക്കന്മാരെ ഞാനുമായിട്ട് സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ മാനസികമായി ഈ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് പെട്ടെന്ന് കാലെടുത്ത് വെക്കാനുള്ള തയ്യാറെടുപ്പിലല്ല. ഞാൻ പറഞ്ഞു, എന്നെ ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആരുമായും അത്തരത്തിലുള്ള നേരത്തെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിക്കൊണ്ടല്ല ഞാൻ യഥാർത്ഥത്തിൽ ഇന്നലെ ആ പ്രസ്താവന ഇറക്കി. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുകളുണ്ടായി. അവസാനം അത് എന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിച്ചു. ഇന്നലെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ നിർവാഹമില്ല. അത് പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ എനിക്ക് അത് താങ്ങി നിൽക്കാനാവാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു, മറ്റൊരു രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ അത് മാധ്യമങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയും ചെയ്യും. താങ്കളെ ഒരു ശുദ്ധനും വികാരജീവിയും ആയിട്ടാണ് ഇന്നലെ കോൺഗ്രസ് പ്രതിനിധി ചർച്ചയിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അവർക്ക് അതൃപ്തിയുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിയതിൽ. കോൺഗ്രസ് അക്കാര്യത്തിൽ ഒരു മധ്യസ്ഥ ശ്രമം നടത്തുന്നുണ്ടോ താങ്കളുടെ പാർട്ടിയിൽ? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ നിരവധി നേതാക്കന്മാർ ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. PG ജോസഫ് സാറിന് സംസാരിച്ചിട്ട് മധ്യസ്ഥ ശ്രമം നടക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഏതായാലും അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ട് ഇന്നലെ കോൺഗ്രസിന്റെ പ്രതിനിധി മഞ്ഞക്കടമ്പൻ വികാരജീവിയാണെന്ന് പറഞ്ഞ ഏത് വികാരജീവിയാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇന്നലെ വേരോട് പറഞ്ഞായിരുന്നു, മഞ്ഞക്കടമ്പൻ പോയാൽ മഞ്ഞക്കടമ്പന്റെ വീട്ടിലെ വോട്ടേ പോകുള്ളൂ എന്നൊക്കെ പുള്ളി പറഞ്ഞായിരുന്നു. അതൊന്നുമല്ല. മഞ്ഞക്കടമ്പന് ശേഷിയും ക്ഷേമുഷിയും ശക്തിയും ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ UDFിന് വേണ്ടി പാലായിൽ തെളിയിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഞാൻ ഈ കഴിഞ്ഞ 10-40 വർഷക്കാലമായി പൊതുപ്രവർത്തനം നടത്തുന്ന ആള് ആണ്. അതുകൊണ്ട് അത്തരത്തിൽ ആക്ഷേപമൊന്നും ആരും ഉന്നയിക്കാതിരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും അത് അഭികാമ്യമൊന്നും മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. എന്ന് വെച്ചാൽ താങ്കൾ ഫ്രാൻസിസ് ജോർജിനെതിരെ പ്രവർത്തിക്കാനുള്ള സാധ്യത ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു മുന്നണിക്കൊപ്പവും പ്രവർത്തിക്കാൻ ഇപ്പോൾ ഞാൻ തീരുമാനമെടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു, ഫ്രാൻസിസ് ജോർജിന് വേണ്ടി ഇനി പ്രവർത്തിക്കണോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ആലോചിച്ച് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതുവരെ പ്രവർത്തിച്ചു. ഇനി പ്രവർത്തിക്കണോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് തീരുമാനിക്കാൻ പറ്റും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ലല്ലോ ശ്രീ സജി മഞ്ഞക്കടമ്പൻ. ആരാണ് കോട്ടയത്ത് ജയിക്കാൻ പോകുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോട്ടയത്ത് ആരാണ് ജയിക്കുന്നതെന്ന് പ്രവചിക്കാൻ ഞാൻ ആളല്ല. അവിടെ രാഷ്ട്രീയമായി ജനങ്ങൾ ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ തീരുമാനമെടുക്കും. ജനങ്ങളുടെ വോട്ട് അവരുടെ മനസ്സിലിരിക്കുന്ന വോട്ടാണ്. അപ്പൊ അവിടെ ആർക്ക് ആണ് ജയസാധ്യത എന്ന് പൂർണ്ണമായിട്ട് എനിക്ക് പറയാനാവില്ല. ഏതായാലും ഇപ്പോൾ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? മോൻസ് ജോസഫ് ഉള്ള പാർട്ടിയിലേക്കും മുന്നണിയിലേക്കും താനില്ല എന്ന് ഇന്നലെ താങ്കൾ പറഞ്ഞ വാചകമാണത്. അതെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാത്ത കഥകളുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കോട്ടയം മെഡിക്കൽ കോളേജിലെ വികസന സമിതിയിലേക്ക് എന്റെ ജില്ലാ പ്രസിഡന്റായി എന്റെ പേര് എഴുതി കൊടുത്തപ്പോൾ അത് ഇന്നലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോന്നാണ്.
മോൻസ് ജോസഫാണ് ഇപ്പോൾ അണിയിക്കാനുള്ള ഒരു പ്രതിബന്ധമായി നിൽക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഇനി പോയി പ്രവർത്തിക്കാൻ ചെന്നാൽ എന്തായിരിക്കും എന്റെ ഗതി എന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച് ചില ചർച്ചകളൊക്കെ നടക്കുന്നുമുണ്ട്. ഏതായാലും ഞാൻ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടെങ്കിൽ കൃത്യമായി ഞാൻ അറിയിക്കും. ഇപ്പോൾ ഞാൻ അത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ സുഹൃത്തുക്കളും എന്റെ സഹോദരന്മാരും ഒക്കെ ആയിട്ട് ആലോചിച്ചതിന് ശേഷം ഞാൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കും. നന്ദി ശ്രീ സജി മഞ്ഞക്കാട്.